അപ്പോൾ രാവിലെ തന്നെ കടയിൽ പോകണം. അപ്പം ഒന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിന് പഴമില്ല, പഴം വാങ്ങണം. അതുപോലെ തന്നെ നമുക്ക് ഉച്ചക്ക് ഫുഡ് വെക്കാനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വാങ്ങണം കേട്ടോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒന്നങ്ങ് പുറത്തിറങ്ങുകയാണ്. ഇപ്പം മഴയില്ലാത്ത സമയമായ കാരണം ഇപ്പം വാങ്ങാച്ചിട്ടാണ് കേട്ടോ. മഴ വന്നാൽ പിന്നെ ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സാധനമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വാതിൽ തുറന്നപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടന്മാരൊന്നും ആരും കാണാനില്ല കേട്ടോ. ആരും പാർക്കിങ്ങിൽ കാണാനില്ല. അല്ലെങ്കിൽ ഭയങ്കര എല്ലാവരും ഉണ്ടാവുമായിരുന്നു എനിക്ക് തോന്നുന്നു. ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ എണീറ്റിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആരും കാണാത്തത്. നല്ല ഉറക്കമായിരിക്കും. ഓക്കെ, അപ്പോൾ ഗേറ്റ് തുറക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ലൈക്കും കൂടി തരിക, കമൻറ്റും കൂടി അയക്കാം മറക്കരുത്. അപ്പോൾ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്ര ദിവസം എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഷൂട്ടിങ് ചെയ്ത് തരാൻ ആരുമില്ല. ഞാൻ തനിയെ തന്നെയാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് കേട് വന്നു. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീഡിയോ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ആദ്യം ഞാൻ അതൊന്ന് ഓർഡർ ചെയ്തിരുന്നു. പക്ഷേ എന്ത് പറ്റി, അത് ക്യാൻസലായിപ്പോയി. അത് ക്യാൻസൽ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ക്യാൻസലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് വേറെ പിന്നെയും ഞാൻ ഓർഡർ ചെയ്തു. അങ്ങനെ വരാൻ നേരം വൈകിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ ഒത്തിരി ലേറ്റായത്. അപ്പോൾ പിന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ എന്താ പറയുക ഷൂട്ടിംഗ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ നല്ല ഇതാണ്. അപ്പോൾ ഇതന്നെയാണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ക്യാൻസലായിട്ട് ഉണ്ടായിരുന്നു. അന്നേരം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞാൻ ഓൺലൈനായിരുന്നു ഞാനത് വാങ്ങാൻ വിചാരിച്ചത്. അപ്പോൾ അന്നേരം മഴയായ കാരണമാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല, അത് സാധനം നമ്മളെ കയ്യിലെത്തിയില്ല. അപ്പോൾ പിന്നെ ക്യാൻസലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെയും ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ രാവിലെ ഒന്ന് പുട്ടായിരുന്നു. അപ്പോൾ പഴം ഒക്കെ ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ പച്ചക്കായി അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മഴ തുടങ്ങിയാൽ പിന്നെ ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിന്ന് ഉച്ചക്ക് മുരിങ്ങക്കായാണ് കേട്ടോ കറി നമുക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. പരിപ്പ് ചേർക്കുന്നില്ല, തേങ്ങ അരച്ചിട്ട് കറി വെക്കാച്ചിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തക്കാളി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചെങ്കിൽ ഭയങ്കര മഴയാട്ടോ, ഭയങ്കര മഴയാണ്. പിന്നെ ഒരു നിമിഷം ചോരുന്ന സമയം ഉണ്ടെങ്കിൽ എന്താ പറയുക, അന്ന് മുറ്റത്തെല്ലാം ഇറങ്ങി സാധനമെല്ലാം വാങ്ങാൻ പറ്റും. അത്ര മഴയുണ്ട് കേട്ടോ. പിന്നെന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? അപ്പോൾ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അയക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ ഞാൻ മുരിങ്ങക്കങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ ചോറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഇതുണ്ടായിരുന്നു, മഷ്റൂം ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് എന്താ പറയുക ഒന്ന് റോസ്റ്റ് ഉണ്ടാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ മഷ്റൂമെല്ലാം നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ, കഴുകിയെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ
ഇതാണ് നമ്മളെ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായി ഒന്ന് വേണ്ട വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ മഷ്റൂം എത്ര ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനും ഇക്ക മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. കുട്ടികൾ കഴിക്കാത്തൊരു സാധനമാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ളൊരു എന്താ പറയുക, ഒരു മഷ്റൂം ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഞാനാച്ചെങ്കിൽ ഇന്ന് രാവിലെ നമ്മളെ എന്താ പറയുക, രാവിലെ നാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ചോറിൻ്റെ പരിപാടിയും തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇതിൽ തന്നെയാണ് ഞാൻ ചോറിൻ്റെ പരിപാടിയും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇന്ന് പുട്ടായിരുന്നു. പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഇതാ തക്കാളി ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മഞ്ഞളും മുളകും മല്ലിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് മഷ്റൂമും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഞാൻ റോസ്റ്റ് പോലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്കിനി ബീട്രൂട്ട് ഉപ്പേരിയും കൂടി ഒന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നല്ല അടിപൊളി മഷ്റൂമായിരുന്നു കേട്ടോ. ഇവിടുന്ന് വാങ്ങിയതാണ്. നല്ല അത് പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ മുകളിലെ തൊലിയും ഒക്കെ ഒന്ന് വരണ്ടി എടുക്കുക. അപ്പോൾ തന്നെ നല്ലോണം ക്ലീനാക്കി എടുക്കുക കേട്ടോ. നല്ലോണം കഴുകി ക്ലീനാക്കിയിട്ട് എടുക്കണേ. പിന്നെ അപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇനി മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ബീട്രൂട്ടിന് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഞാൻ ചോപ്പറിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചോപ്പർ കേട് വന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ചോപ്പർ വാങ്ങിയാലും എൻ്റെ ചോപ്പറിന് ഭയങ്കര എൻ്റെ ഇന്ന് ഉപയോഗിച്ചാൽ നാളെ കേടുവരുന്നു. അങ്ങനത്തെ ചോപ്പറാണ്. അത് എത്ര പൈസക്ക് വാങ്ങിയാലും എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇതാ വേറെ ചോപ്പറും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ചോപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ തേങ്ങയും മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കൈ കൊണ്ട്. അപ്പോൾ നല്ലോണം മിക്സാക്കിയിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. ബീട്രൂട്ട് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ബീട്രൂട്ടും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര വിശേഷമൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറിയ തീയിലിരുന്നിട്ട് വേവട്ടെ. അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മഴ തുടങ്ങിപ്പോയിട്ടുണ്ട്. ഭയങ്കര മഴയും കാറ്റാണ്. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് തരാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റും കൂടി തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു.